ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ മീനപ്പൂരം അല്ലെങ്കിൽ പൂരം ഗണപതി എന്ന് പറയുന്ന വർഷത്തിലൊരിക്കൽ വരുന്ന വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം വ്രതമെടുത്ത് സാക്ഷാൽ മഹാദേവനോടും പാർവതീ ദേവിയോടും ഒപ്പം തന്നെ ഗണേശ ഭഗവാനോടും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുൻപ് എന്താണ് മീനപ്പൂരം അല്ലെങ്കിൽ പൂരം ഗണപതി എന്നുള്ളത് നോക്കാം. മീനപ്പൂരത്തെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ തന്നെ പറയുന്നത് പാർവതീ പരമേശ്വരന്മാരുടെ ദിവ്യ സമാഗമത്തിൻ്റെ പുണ്യദിനമാണ് ഈ ഒരു മീനമാസത്തിലെ പൂരം നക്ഷത്രം എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ഭഗവാൻ മഹാദേവൻ്റെ അഗ്നിയിൽ ജീർണിച്ചു പോയ കാമദേവൻ്റെ പുനർജീവനം നടന്ന ദിവസമാണ് ഈ ഒരു നിമിഷമെന്നും, അതുമാത്രവുമല്ല, താരകാസുരനെ വധിച്ച് പ്രപഞ്ചത്തിൽ തിരികെ സന്തോഷം നൽകാൻ വേണ്ടി തനിക്കും മഹാദേവനും പുത്രൻ ജനിക്കുമെന്ന് പാർവതീ പരമേശ്വരന്മാർ അരുൾ ചെയ്ത ദിവസം കൂടിയാണ് ഈ ഒരു മീനപ്പൂരം എന്നാണ് പറയുന്നത്. ഈ ഒരു ദിവസം വിവാഹം നടക്കാനും ദാമ്പത്യ സൗഖ്യത്തിനും ഭർത്താവിൻ്റെ ഉന്നമനത്തിനുമൊക്കെ വേണ്ടി വ്രതമെടുത്ത് പാർവതീ പരമേശ്വരന്മാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഐക്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് പ്രണയസാഫല്യം, ഇഷ്ടവിവാഹം നടക്കാൻ, ദാമ്പത്യ ക്ലേശങ്ങൾ, ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ദിവസം ശ്രീ പാർവതിയെ ഉപാസിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ദിവസം ബാലവിനായകനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാൻ ഉതകുന്ന ദിവസമാണ്. അതായത് ഈ ഒരു ദിവസം നമ്മൾ സാക്ഷാൽ ഉണ്ണി ഗണപതിയെ വേണം പ്രാർത്ഥിക്കാൻ. കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിൽ ബാലവിനായകനാണ്. അതുപോലെ തന്നെ ആ ഒരു ബാലഗണപതി ഭാവത്തിലാണ് നമ്മൾ ഈ ഒരു ദിവസം ഗണേശനെ പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്ത് കാര്യമാണോ സാധിച്ചു കിട്ടണം എന്നാഗ്രഹിക്കുന്നത് അത് നമുക്ക് ഭഗവാൻ സാധിച്ചു തരും. ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി പോലെ അതീവ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു മീനത്തിലെ പൂരം ഗണപതി എന്ന് പറയുന്നത്. ഈ വർഷം 2026 മാർച്ച് 31 ചൊവ്വാഴ്ചയാണ് പൂരം ഗണപതി വരുന്നത്. ഈ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും അതൊക്കെ നമുക്ക് നടന്നു കിട്ടും. അതുമാത്രമല്ല, വിവാഹം നടക്കാത്തവർ ഈ ഒരു മീനപ്പൂരം മുതൽ തുടർച്ചയായ 7 പൂരത്തിന് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ അവരുടെ വിവാഹം നടന്നു കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സതീദേവിയുടെ വിയോഗശേഷം വൈരാഗിയായ ശ്രീ പരമേശ്വരനെ കൊടും തപസ് ചെയ്ത് പാർവതീദേവി സ്വന്തമാക്കിയ മീനപ്പൂരമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ വ്രതമെടുത്ത് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സാധിച്ചു കിട്ടും എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം. വ്രതം എടുക്കുന്നവരൊക്കെ സാധാരണ നമ്മൾ എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് പോലെ തലേ ദിവസം നമ്മൾ നോൺ വെജ് സന്ധ്യയ്ക്ക് കഴിക്കരുത്. അരിയാഹാരം ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും കഴിക്കണം. പിറ്റേ ദിവസം നാളെ മീനപ്പൂരത്തിൻ്റെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വ്രതം എടുക്കുന്നത് അത് ഉമാമഹേശ്വരന്മാരുടെ മുൻപിൽ സങ്കല്പമായിട്ട് പറയണം. ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത്, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് തുടങ്ങണം. ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീ ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു ചെറിയ നെയ്ദീപം കൊളുത്തി വെച്ച് നമ്മൾ ഓം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ, ഓം ഉമാമഹേശ്വരായ നമ ഈ മന്ത്രങ്ങൾ ഉമാമഹേശ്വര സ്തോത്രമൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ വീട്ടിലുള്ള ഗണപതി ഭഗവാന് മുൻപിൽ നാളെ രാവിലെ ചെങ്കദളി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു. അതായത് അടുപ്പുള്ള സമയത്ത് രാവിലെ എഴുന്നേറ്റ് അടുപ്പ് വൃത്തിയാക്കിയതിന് ശേഷം കനൽ വന്നു കഴിയുമ്പം അടുപ്പിലോട്ട് ഒരു പൂള് തേങ്ങ, അത് ശർക്കരയും നെയ്യിലും മുക്കി നമ്മൾ ഇടുക എന്നുള്ളത്. അപ്പം നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അടുപ്പുണ്ടാവില്ല, ഗ്യാസും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സാമ്പ്രാണി കത്തിക്കുന്ന ചെറിയ ഇതുണ്ടാകും. അങ്ങനെയല്ലെങ്കിൽ ഒരു ചെറിയ മൺവിളക്ക് എടുക്കുക. അതിലോട്ട് നമ്മൾ കട്ടിയുള്ള കർപ്പൂരം അത് ഇടുക. അതിട്ടിട്ട് നല്ല ഒരു തേങ്ങ, ഉണക്ക തേങ്ങ എടുത്തിട്ട് നെയ്യും
നെയ്യിൽ മുക്കിയിട്ട് ഒരല്പം ശർക്കരയും കൂടി ചേർത്ത് ഓം ഗണപതിയെ നമഃ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം 3 പൂള് തേങ്ങ മാത്രം എടുത്താൽ മതിയാകും. ഒരല്പം ശർക്കര, ഒരല്പം നെയ്യ്, അതങ്ങനെ മുക്കി ഓം ഗണപതിയെ നമഃ എന്ന് പറഞ്ഞ് നമ്മൾ ആ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലോട്ട്, അതായത് ഗണപതി ഹോമം, ചെങ്കദളി ഹോമം എന്ന് പറയും. ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മീനപ്പൂരത്തിൻ്റെ അന്ന് ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇതുവഴി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി മാറി ഐശ്വര്യം വരാനും സർവ്വവിധ തടസ്സങ്ങളില്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, ഇത് വീട്ടിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും ഗണപതി ഹോമം നാളെ കഴിപ്പിക്കാവുന്നതാണ്. വീട്ടിൽ ഗണപതി ഹോമം ചെയ്യിക്കണമെന്നുള്ളവർക്ക് നാളെ അതും ചെയ്യിക്കാവുന്നതാണ്. അതേപോലെ നാളത്തെ ദിവസം ഭഗവാൻ ഗണേശന് നമ്മൾ കറുകപ്പുല്ലുണ്ടെങ്കിൽ അത് ചാർത്തി, മുല്ലപ്പൂ മാലയൊക്കെ ചാർത്തി ഭഗവാന് മുൻപിൽ നെയ് ദീപം കൊളുത്തി വെച്ച്, നിങ്ങൾ നിവേദ്യം സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന് നിവേദ്യം സമർപ്പിക്കണം. അതായത് ബാലഗണപതിയാണ്, കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് എന്ത് കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പ്രത്യേകിച്ചും മധുരം. അതുകൊണ്ട് തന്നെ നാളെ ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട കോഴിക്കട്ട, പഴം, തേങ്ങ, ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ കൊടുത്ത് ഭഗവാന് കണ്ണ് നിറച്ച്, ഭഗവാന്റെ മനസ്സും വയറും നിറച്ച് അവിടെ ഇരുന്ന് സാധിച്ചു കിട്ടേണ്ടുന്ന ഒരാഗ്രഹം പറഞ്ഞിട്ട് 3 പ്രാവശ്യം നാളെ സങ്കടനാശന ഗണപതി സ്തോത്രം ജപിക്കണം. ഇത് വളരെ ഉത്തമമാണ്. സങ്കടനാശന ഗണപതി സ്തോത്രം നാളെ 3 പ്രാവശ്യം ജപിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പരിഹാരമാണ്. തുടർച്ചയായി 21 ദിവസം ഒരു തവണ 21 പ്രാവശ്യം വെച്ച് നമ്മൾ സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലുക എന്നുള്ളതാണ്. അതായത് രാവിലെ 7, ഉച്ചയ്ക്ക് 7, വൈകിട്ട് 7, അങ്ങനെ ഒരു ദിവസം നമ്മൾ 21 തവണ സങ്കടനാശന ഗണപതി സ്തോത്രം ജപിക്കണം. നമ്മുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, എത്ര വലിയ തടസ്സം നേരിടുന്നവരാണെങ്കിലും 21 ദിവസം തുടർച്ചയായി ഈ രീതിയിൽ സങ്കടനാശന ഗണപതി സ്തോത്രം ജപിച്ചാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് ഭഗവാൻ സാധിച്ചു തരും, തടസ്സം നമുക്ക് നീങ്ങിക്കിട്ടും. ഇത് നമുക്ക് ഏത് ദിവസവും തുടങ്ങാമെങ്കിലും മീനപ്പൂരം ചതുർത്ഥി തിഥി വരുമ്പം അത്തം നക്ഷത്രം ബുധനാഴ്ചകളിൽ തുടങ്ങാനാണ് ഏറ്റവും ഉത്തമം. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണ്, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചൊല്ലാൻ പറ്റില്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമായിട്ട് 21 പ്രാവശ്യം ചൊല്ലിയാലും മതി. ഇപ്പോൾ രാവിലെ ഒരു 11 പ്രാവശ്യം ചൊല്ലിയിട്ട് ബാക്കിയുള്ള 10 തവണ നമുക്ക് വൈകിട്ട് ചൊല്ലാവുന്നതാണ്. പക്ഷേ മുടക്കരുത്. ഇപ്പോൾ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 21 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒരു തടസ്സവുമില്ലാതെ ചൊല്ലി തീർക്കാനായിട്ട് പറ്റും. അങ്ങനെയല്ല, ചൊല്ലി പകുതി വെച്ച് പീരിയഡ്സ് ആയെങ്കിൽ ആ 7 ദിവസം ചൊല്ലേണ്ട, അതിന് ശേഷം വീണ്ടും ഒന്നേന്ന് നമ്മൾ വീണ്ടും ഒരു 10 ദിവസം ചൊല്ലിയതിന് ശേഷമാണ് പീരിയഡ് ആയെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം 11 എന്നുള്ളത് കൗണ്ട് ചെയ്ത് നമുക്കിത് കണ്ടിന്യൂസ്ലി 21 ദിവസം ചൊല്ലി തീർക്കാവുന്നതാണ്. ചെയ്യേണ്ടുന്ന കാര്യം, വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം, ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു ചെറിയ ദീപം കൊളുത്തി വെച്ചിട്ട് ഭഗവാന് മുൻപിൽ ആദ്യം തന്നെ ഇന്ന കാര്യം സാധിച്ചു കിട്ടാനാണ് ഞാൻ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് എന്ന് പറയുക. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ 3 പ്രാവശ്യമായിട്ട് നമുക്ക് ചൊല്ലാം. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ, വൈകിട്ട്, ആ രീതിയിൽ ചൊല്ലുക. നിവേദ്യമൊക്കെ വീട്ടിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന് 3 പ്രാവശ്യവും പഴമോ ശർക്കരയോ ഒരു പാക്കറ്റ് അവൽ മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് അവൽ വെക്കാവുന്നതാണ്, 3 നേരവും. അങ്ങനെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. 21 ദിവസം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് തീരുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും. നാളെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സങ്കടനാശന ഗണപതി സ്തോത്രം 3 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ അത് തുടങ്ങിക്കോളൂ. നാളെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തേങ്ങ സമർപ്പിക്കണം. ഉണ്ണിയപ്പം സമർപ്പിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീ ദേവിയുടെയും ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ചുമന്ന പട്ടും ഭഗവാന് നീല കളറിലെ പട്ടം സമർപ്പിക്കുന്നതും കൂവളത്തിലെ മാലയും അതേപോലെ മുല്ലപ്പൂ മാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. നാളത്തെ ദിവസം വിവാഹം നല്ല രീതിയിൽ നടക്കണം, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണം, കുടുംബജീവിതം സന്തോഷമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയി മഹാദേവനും പാർവതീ ദേവിക്കും താമരപ്പൂവ് സമർപ്പിക്കാവുന്നതാണ്. അതും വളരെ നല്ല ഫലം തന്നെ തരും. അതേപോലെ വെളുത്ത പട്ട് പാർവതീ ദേവിക്ക് നാളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇല്ലാതായി ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഐക്യം കൂടുന്നതായിരിക്കും.
ഇനി മീനപ്പൂര ദിവസമായ നാളെ കഴിയുന്നത്ര നിങ്ങൾ ഓം ഉമാമഹേശ്വരായ നമ എന്നുള്ള മന്ത്രവും ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രവും ചൊല്ലുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നാളെ ഓർക്കേണ്ടുന്ന കാര്യം, ഉണ്ണി ഗണപതിയായിട്ട് തന്നെ നമ്മൾ ഭഗവാൻ ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിനാണ് നാളെ ഉത്തമ ഫലം തരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കിഷ്ടമുള്ള എല്ലാ വസ്തുക്കളും ഭഗവാന് എണ്ണം നോക്കാതെ നമുക്ക് സമർപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ, അവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാൻ, ഉന്നമനമുണ്ടാവാൻ നാളത്തെ ദിവസം സഹായിക്കുന്നതാണ്. വ്രതമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നോൺ വെജ് ഒഴിവാക്കി ഭഗവാൻ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അവിടെ തന്നെ ഗണേശ ഭഗവാനും ഉണ്ടാവും, അവിടെ ക്ഷേത്ര ദർശനം നടത്തി പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് കഴിയുന്നത്ര മന്ത്രങ്ങൾ ജപിക്കുക. അപ്പോൾ വീട്ടിൽ ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇതൊക്കെ ചെയ്ത് തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനിയിപ്പം ഞാൻ നിങ്ങളോട് ആ ഒരു 21 ദിവസത്തെ സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോൺ വെജ് കഴിക്കാവേ എന്നുള്ളൊരു സംശയം വരും. ഇത് ചൊല്ലി തീർത്തതിന് ശേഷം ഒന്നെങ്കിൽ നമ്മൾ രാവിലെ വൈകിട്ട് മാത്രം, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, അതുകൊണ്ട് തന്നെ വൈകിട്ടും ചൊല്ലിയതിന് ശേഷം നമുക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് 21 ദിവസം അവോയ്ഡ് ചെയ്യുന്ന പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ ചൊല്ലി തീർത്തതിന് ശേഷം അന്ന് സന്ധ്യയ്ക്ക് നമുക്ക് നോൺ വെജ് കഴിക്കാം. ഇനി ഇപ്പം വെക്കേഷനൊക്കെ വരുന്നു, ഞങ്ങളുടെ വീട്ടിൽ പോകും, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു നമുക്കിത് ചൊല്ലാവുന്നതാണ്. അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.